45ാമത് അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി ഏഷ്യ ഓഷ്യാനിയ സന്ദർശനം നടത്തുന്ന പാപ്പ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ 11 രാജ്യങ്ങളുടെ തലവന്മാർക്ക് ആശംസകൾ അയച്ചു. അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളുടെയും വ്യോമയാന മേഖലകളിലൂടെ കടന്നുപോകുമ്പോൾ രാഷ്ട്രതലവന്മാർക്ക് സന്ദേശമയക്കുന്നതിന്റെ ഭാഗമായാണ് പാപ്പ ആശംസകൾ അറിയിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ 11 രാജ്യങ്ങളുടെ തലവന്മാർക്ക് ആശംസകളുമായി ഫ്രാൻസിസ് പാപ്പ റോമിൽ നിന്ന് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലേക്കുള്ള യാത്രാവേളയിലാണ് പാപ്പ ടെലഗ്രാമിലൂടെ സന്ദേശമയച്ചത്. അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളുടെയും വ്യോമയാന മേഖലകളിലൂടെ കടന്നുപോകുമ്പോൾ പാപ്പ സന്ദേശമയക്കുന്നത് പതിവാണ്. സർവശക്തനായ ദൈവം ഇന്ത്യയ്ക്ക് സമാധാനത്തിന്റെയും ക്ഷേമത്തിന്റെയും അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. സെപ്റ്റംബർ 2 തിങ്കളാഴ്ച തന്റെ 45ാം വിദേശ അപ്പസ്തോലിക പര്യടനത്തിന് തുടക്കം കുറിച്ച ഫ്രാൻസിസ് പാപ്പ റോമിൽ നിന്ന് ഇടയ സന്ദർശനത്തിന്റെ പ്രഥമ വേദിയായ ഇന്തോനേഷ്യയിലേക്കുള്ള വിമാനയാത്രാവേളയിൽ ഇന്ത്യയ്ക്ക് മുകളിലൂടെ വിമാനം സഞ്ചരിക്കവെയാണ് ഭാരതത്തിന്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ടെലഗ്രാം സന്ദേശം അയച്ചത്. ഇന്ത്യയ്ക്ക് പുറമെ ഇറ്റലി, ക്രൊയേഷ്യ, ബോസ്നിയ, ഹെർസോഗോവിന, സെർബിയ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, പാകിസ്ഥാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങൾക്കും പാപ്പ ആശംസാ സന്ദേശം അയച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്. മതതീവ്രവാദത്തിനും ആക്രമണങ്ങൾക്കുമെതിരെ മുന്നറിയിപ്പുമായി ഫ്രാൻസിസ് പാപ്പ. അപ്പസ്തോലിക സന്ദർശനത്തിന്റെ 2ാം ദിവസം ഇന്തോനേഷ്യൻ അധികാരികളുമായുള്ള കൂടിക്കാഴ്ച മതിയായിരുന്നു പാപ്പയുടെ മുന്നറിയിപ്പ്. അതേസമയം സാമൂഹിക സൗഹാർദ്ദവും സമാധാനവും രൂപപ്പെടുത്താൻ ശ്രമിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിലാണ് പാപ്പ അപ്പസ്തോലിക സന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷ്യേച്ചറിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം പാപ്പ പ്രസിഡൻഷ്യൽ പാലസിലെത്തി ഇന്തോനേഷ്യൻ ഭരണകൂടവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ഉൾപ്പെടെ ഏകദേശം 300ഓളം നയതന്ത്ര പ്രതിനിധികളുമായി സംവദിച്ച പാപ്പ വൈവിധ്യങ്ങളെ ഐക്യത്തോടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഇന്തോനേഷ്യയെ പ്രശംസിച്ചു. അതേസമയം രാജ്യത്ത് രൂപപ്പെടുന്ന അസന്തുലിതാവസ്ഥയെ തിരിച്ചറിയുകയും നീക്കം ചെയ്യുകയും അതുവഴി സാമൂഹിക സൗഹാർദ്ദവും സമാധാനവും ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ഇന്ന് ലോകത്തിൽ ഉടലെടുക്കുന്ന മതതീവ്രവാദവും ആക്രമണങ്ങളും ആഗോള സാഹോദര്യത്തെ ഹനിക്കുമെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി. ഇതെല്ലാം സാമൂഹിക നീതി നിർവഹണത്തെ ബാധിക്കുമെന്നും മനുഷ്യത്വം അപ്രത്യക്ഷമാകുന്ന അവസ്ഥ സൃഷ്ടിക്കുമെന്നും പാപ്പ പറഞ്ഞു. നീതിയുടെ ഫലമാണ് സമാധാനമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. സാമൂഹ്യ സൗഹാർദ്ദം ഉണ്ടാകുന്നത് ഓരോ വ്യക്തിയും സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയിലൂടെയും പൊതുനന്മ കാംക്ഷിക്കുമ്പോഴാണെന്നും പാപ്പ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്. ഉദ്ധാനത്തിന്റെ സാക്ഷികളാകണം എന്ന ആഹ്വാനവുമായി ഫ്രാൻസിസ് പാപ്പ. ഇന്തോനേഷ്യൻ സന്ദർശനത്തിന്റെ 2ാം ദിനത്തിൽ മെത്രാൻമാർ, വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു പാപ്പയുടെ ആഹ്വാനം. ജക്കാർത്തയിലെ കത്തീഡ്രലായ ദി ചർച്ച് ഓഫ് ആർ ലേഡി ഓഫ് ദി അസംഷനിൽ വെച്ചായിരുന്നു ഇന്തോനേഷ്യൻ സഭാ നേതൃത്വവും വിശ്വാസികളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തിയത്. ഇന്തോനേഷ്യൻ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായി എത്തിയ 4 പേരുടെ വിശ്വാസ സാക്ഷ്യങ്ങൾ ശ്രവിച്ച പാപ്പ ഉദ്ധാനത്തിന്റെ സാക്ഷികളാകാൻ ആഹ്വാനം നൽകി. വിശ്വാസം, സാഹോദര്യം, അനുകമ്പ എന്ന ആപ്തവാക്യത്തോടെ പാപ്പ നടത്തുന്ന അപ്പസ്തോലിക യാത്ര വൈവിധ്യങ്ങൾ കലർന്ന ഇന്തോനേഷ്യൻ സംസ്കാരവുമായി ഒത്തുപോകുന്നതാണെന്ന് പാപ്പ വീണ്ടും ആവർത്തിച്ചു. ഐക്യവും സമാധാനവും പുലരാൻ ഇന്തോനേഷ്യ എടുക്കുന്ന നിലപാടുകളെയും പാപ്പ പ്രശംസിച്ചു. ഇന്തോനേഷ്യയിലെ പ്രകൃതിയിലും ജീവജാലങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കണമെന്നും അങ്ങനെയുള്ള ചിന്താധാരകൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രകടമാക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. സാഹോദര്യത്തെക്കുറിച്ച് പാപ്പ സഹോദരീ സഹോദരരെ പോലെ ജീവിക്കുക എന്നാൽ അപരനിലെ വ്യത്യസ്തത തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിക്കുമ്പോഴാണെന്നും വ്യക്തമാക്കി. നാനാത്വം ഏകത്വമാക്കി മാറ്റാനും ആരെയും മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാനും ഇന്തോനേഷ്യ നടത്തുന്ന ശ്രമങ്ങൾ തന്നെ ഇതിന് ഉദാഹരണങ്ങളാണെന്നും പാപ്പ പറഞ്ഞു. സാഹോദര്യവും അനുകമ്പയും പരസ്പരം കൈകോർക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രമല്ലെന്നും മറ്റൊരുവന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊപ്പം നിൽക്കുന്നതും സ്വാതന്ത്ര്യവും നീതിയും ആവശ്യമുള്ളവർക്ക് അത് നേടിക്കൊടുക്കാൻ ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും അത് പ്രകടമാകുന്നതായി പാപ്പ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ ജനതയ്ക്ക് തങ്ങളുടെ വിശ്വാസം പരിരക്ഷിക്കാനും വളർത്താനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ സാധിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ സന്ദേശം അവസാനിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.